ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പോകാം. ഇത് നമ്മുടെ 6 വരിപ്പാത ഹൈവേ ആണ്. നമ്മൾ തിരിച്ച് പോരുകയാണ്. നമുക്ക് തൊട്ട് അടുത്തുള്ള മറ്റ് കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് നേരെ തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദൃശ്യം വെച്ച് കാണുന്നവർക്കും ഇവർക്കും ബൈ ബൈ. അപ്പോൾ ഇത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ പിൻവശമാണ്. ഇവിടെ നമ്മൾ ഹജ്ജ് ഹൗസിൽ വന്ന സമയത്ത് നമ്മൾ കുട്ടികളുമായിട്ട് ഈ ഭാഗത്തേക്ക് വന്നു. കുട്ടികൾക്ക് വിമാനം കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ വേഗവശം. പക്ഷേ ഇവിടെ വരാൻ പാടില്ല. ഇവിടെ അപകടം പിടിച്ച സ്ഥലമാണ്, ഡേഞ്ചറാണ്. ഇവിടെ മണ്ണിടിച്ചിലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ സേഫല്ല. അതുപോലെ തന്നെ ഇവിടെ ഈ മഴയുള്ള സമയത്തൊക്കെ കൂടുതൽ അപകടങ്ങൾ വരാനും അതുപോലെ തന്നെ തേക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ പിന്നാമ്പുറമാണ്. ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നടന്ന് അല്പം കാണാം. അതുപോലെ തന്നെ ചില പ്ലേറ്റുകളൊക്കെ നമുക്ക് വരുമ്പോൾ ഇവിടുന്ന് കാണാം. എയർപോർട്ടിൻ്റെ നേരെ ബാക്ക് സൈഡ് ഇവിടെ ഒരു ചെറിയ വെള്ളക്കെട്ടുകളുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത്. അപ്പോൾ ആ വെള്ളക്കെട്ടുകൾ നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കി കാണാൻ നല്ല ഭംഗിയുണ്ട്. തൊട്ടടുത്ത് പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഇത് എയർപോർട്ടാണ്. ഇതിൻ്റെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളം. നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് നീങ്ങാം നമുക്ക്. ഇതാണ് ആ വെള്ളക്കെട്ട്. ഇവിടെ ഇതിൽ ആമ്പൽപ്പൂവിൻ്റെ പൂവില്ല, പക്ഷേ അതിൻ്റെ ഇല മാത്രമേ ഉള്ളൂ. പക്ഷേ വേനലായത് കൊണ്ട് വെള്ളം വലിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവിടെ അവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്. ഇത് വളരെ താഴ്ന്ന പ്രദേശമാണ്. ഈ വിമാനത്താവളത്തിലേക്ക് മണ്ണെടുത്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട്